ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കൂവപ്പൊടി കൊണ്ട് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര നമ്മളിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ എത്രയാണ് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ പാലാണ് ഇവിടെ, പാലിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് അതിലേക്ക് ആവശ്യമുള്ള മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നല്ലതുപോലെ കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ഈ ഒരു പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി വരും, ഒരു ഗോൾഡൻ കളറായി വരും. ഒരുപാട് ഗോൾഡൻ കളർ ആക്കി എടുക്കേണ്ട, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കയ്പ്പ് രസം കിട്ടും, കയ്പ്പ് രസമാവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നല്ലോണം ഗോൾഡൻ കളർ ആകാൻ നിൽക്കാതെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പഞ്ചസാര നല്ലതുപോലെ തന്നെ ഒന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് വേണം ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു കപ്പ് അളവിൽ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന ഈ ഒരു സമയം തന്നെ ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റായി വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ചെടുക്കുമ്പോൾ ആ ഒരു കാരമലൈസ് ചെയ്ത പഞ്ചസാര ഇതുപോലെ കട്ടിയായിട്ട് ഇരിക്കും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ താനെ അത് മെൽറ്റായി വന്നോളും. അപ്പോൾ ഈ ഒരു പാൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കപ്പും കൂടി പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ 2 കപ്പ് അളവിലാണ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പാൽ നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. കുറച്ച് മാത്രം ചേർത്താൽ മതിയാകും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫുഡ് കളർ ഉണ്ടെങ്കിൽ ചേർത്തെടുക്കാം. എന്നാലും അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പാലും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കുടിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി നമുക്ക് ഇതുപോലെ പാലിലും ഇതുപോലെ ഈ ഒരു ഡ്രിങ്കിലൊക്കെ ചേർത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യത്തിനും തന്നെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് കൂവപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ അളവിൽ കൂവപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചതച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ചെറിയ ഏലക്കായാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തെടുത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു പാൽ നല്ലോണം തിളച്ച് വരുന്നത് വരെ ഇതൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂവപ്പൊടി വെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കട്ടിയാക്കുന്നില്ല, എന്നാൽ ഒത്തിരി ലൂസാക്കുന്നില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാറാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 സ്പൂണോളം കസ്കസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്കസ് ഞാനിവിടെ നേരത്തെ വെള്ളത്തിൽ നിന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് പിസ്തയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പിസ്തയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നല്ലോണം തണുപ്പിച്ച് കഴിച്ചാൽ ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒന്നുകിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം കുടിക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ഡ്രിങ്കാണ്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഈ ഒരു ചൂടും ഈ ഒരു നോമ്പൊക്കെ അല്ലേ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്നുപോലെ ട്രൈ ആക്കി നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു കൂവപ്പൊടി ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ എന്തായാലും അവർ കുടിക്കും. കാരണം ഇത് കൂവപ്പൊടിയാണെന്ന് ഒരിക്കലും അറിയില്ല കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്